വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. ഇപ്പോൾ സമയം 6:33 ആയിട്ടുണ്ട്. നമ്മളോടൊപ്പം വൈകി ചേർന്ന പ്രേക്ഷകരെ എല്ലാം ഒരിക്കൽ കൂടി നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. മോർണിംഗ് വോക്കിൽ നമ്മളോടൊപ്പം യാത്ര തുടരാനായി നമ്മുടെ പ്രേക്ഷകരുടെ കമന്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ മനോജ് എന്റെ പേര് വളരെ വെറൈറ്റി ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. പ്രേതിഫ. അതെ അതെ, എന്റെ പേര് പലതരത്തിൽ പറയാം. അപ്പം ഒരു പാട്ട് കൂടി പാടുമെന്ന് പറയുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് പേർ നിങ്ങളോടൊപ്പം ഉണ്ട് കേട്ടോ എന്ന് സുരേഷ് പറയുന്നുണ്ട്. ടീ കുടിച്ചോ എന്ന് ഹിഷാം ചോദിക്കുന്നു. ഇല്ല, കുടിച്ചില്ല. നിങ്ങൾ എപ്പോഴാണ് തിരുവനന്തപുരത്ത് പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് സുരേന്ദ്രൻ. നമ്മൾ ഇന്ന് വൈകിട്ടോടു കൂടി അവിടെ എത്തും. നാളെ തൊട്ടാണ് നമ്മുടെ തത്സമയ റിപ്പോർട്ടുകളും സംപ്രേഷണവും ഒക്കെ ഉണ്ടാവുക. അതും അവിടെ കലോത്സവ നഗരിയിൽ നിന്ന്. അതെ, പിന്നെ ഇവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യുന്നുണ്ട് നമ്മുടെ കമന്റ് ബോക്സിലുള്ള ആളുകൾ തന്നെ. മിനി ബാബു ചോദിക്കുന്നുണ്ട് പ്രേതക്കുട്ടി പോകുന്നില്ലേ? ഉണ്ടല്ലോ മിനി ചേച്ചി, പോകുന്നുണ്ട്. ഞാനും ഉണ്ട്, പ്രജനും ഉണ്ട്. അവിടെ വലിയൊരു ടീം തന്നെ അവിടെ ഉണ്ടാകും അടുത്ത 5 ദിവസം. ഹുസൈൻ പറഞ്ഞത് എന്റെ ഇളയ മകളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന്, ആശംസ പറയൂ എന്ന് പറയുന്നു. പക്ഷെ മകളുടെ പേര് പറഞ്ഞിട്ടില്ല. അപ്പൊ എന്തായാലും മകൾക്കും ഭർത്താവിനും വെഡിങ് ആനിവേഴ്സറി വിഷസ്. നമുക്കിനി വാർത്തകളിലേക്ക് പോയാലോ? ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. കമന്റ്സിലേക്കൊക്കെ വരാം. നീ അടുത്ത വാർത്ത എന്താണെന്ന് നോക്കാം അല്ലെ? അത് നമുക്ക് CPM സമ്മേളനങ്ങൾ നടക്കുന്ന സമയമാണ്. ജില്ലാ സമ്മേളനങ്ങളുടെ ഒരു സമയം കൂടിയാണ്. മലപ്പുറം ജില്ലാ സമ്മേളനം ഇങ്ങനെ നടക്കുന്നുണ്ട്. 3 ദിവസങ്ങളായി താനൂരിൽ നടക്കുന്ന CPM മലപ്പുറം ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കുകയാണ്. വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 38 അംഗ പുതിയ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെയും പുതിയ സെക്രട്ടറിയെയും ഇന്ന് രാവിലെ തെരഞ്ഞെടുക്കും. നിലവിലെ സെക്രട്ടറി EN മോഹൻദാസ് മാർഗേക്കും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ BP അനിൽ, B ശശികുമാർ, E ജയൻ എന്നിവരുടെ പേരുകളാണ് സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് വടകരയിൽ നിന്നുള്ളൊരു വാർത്ത വന്നത്. കാരവനിൽ 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്ന വാർത്ത. അപ്പോൾ അതിലൊരു അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിൽ എന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിക്കാൻ വിദഗ്ധ സംഘം ഇന്ന് പരിശോധനയ്ക്കായി എത്തുന്നുണ്ട്. കാരവാന്റെ ഉള്ളിൽ എങ്ങനെ കാർബൺ മോണോക്സൈഡ് വന്നു എന്നതിലാണ് അന്വേഷണം ഉണ്ടാവുക, പരിശോധന ഉണ്ടാവുക. NIT, പോലീസ്, ഫോറൻസിക്, സയന്റിഫിക്, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരാണ് ഈ സംഘത്തിൽ ഉണ്ടാവുക. കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചാണ് യുവാക്കൾ മരിച്ചതെന്നായിരുന്നു പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സ്വരരാഗ ഗംഗാ പ്രവാഹമേ സ്വർഗീയ സായുജ സാരമേ നിൻ സ്നേഹഭിക്ഷയ്ക്കായി നീറി നിൽക്കും തുളസീദളമാണു ഞാൻ, കൃഷ്ണ തുളസീദളമാണു ഞാൻ. സ്വരരാഗ ഗംഗാ പ്രവാഹമേ സ്വർഗീയ സായുജ സാരമേ നിൻ സ്നേഹഭിക്ഷയ്ക്കായി നീറി നിൽക്കും തുളസീദളമാണു ഞാൻ, കൃഷ്ണ തുളസീദളമാണു ഞാൻ. സ്വരരാഗ ഗംഗാ പ്രവാഹമേ. എന്ത് മനോഹരമായ വരികൾ, എത്ര മനോഹരമായ ആലാപനം. ഏത് പാട്ട് പാടണമെന്ന് ഇങ്ങനെ ബ്രേക്ക് പോയ സമയത്ത് ആലോചിക്കുമ്പോൾ ഈ പാട്ടാണ് മനസ്സിലേക്ക് വന്നത്. അതാണ് ബ്രേക്ക് കഴിഞ്ഞ ഉടനെ മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത പാട്ടാണ്. ഇവിടെ സുശീലിന് ഒരു സംശയം ഉണ്ടായിരുന്നു. പ്രവത, വീണ്ടും പ്രവത കേട്ടോ, പ്രവത വന്നത് കൊണ്ടാണോ പ്രജിൻ പാടാത്തതെന്ന്. ഇപ്പൊ ആ സംശയം മാറി കിട്ടിയില്ലേ സുശീൽ? അപ്പൊ കമന്റ് ബോക്സിൽ നിങ്ങളുടെ കമന്റുകളൊക്കെ പോരട്ടെ. നമ്മൾ അടുത്ത വാർത്തയിലോട്ട് പോയാലോ? ഓക്കെ, നമുക്ക് നോക്കാം അടുത്ത വാർത്ത എന്താണെന്ന്. അത് പ്രവേദിക്ക് ഇഷ്ടമുള്ള വാർത്തയാണ്. കുറച്ചു മുമ്പ് പറഞ്ഞിട്ടേ ഉള്ളൂ. അത് തണുപ്പിനെ കുറിച്ചാണ്. ഇത് കേരളത്തിൽ മാത്രമല്ല, ഉത്തരേന്ത്യയിലെ അതിശക്തമായ തണുപ്പിനെയും അവഗണിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. കർഷകരാണ്. അവിടുത്തെ സമരം ഇപ്പോഴും അവർ തുടരുന്നുണ്ട്. ഖനൌരി അതിർത്തിയിലാണ് കർഷകരുടെ സമരം തുടരുന്നത്. എന്തായാലും ആദ്യ സമരത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇക്കുറി നിരാഹാരം ഇരുന്നാണ് കേന്ദ്ര സർക്കാരിന് മേൽ കർഷകരുടെ സമ്മർദ്ദം ഉണ്ടാകുന്നത്. ഒരു വർഷത്തോടടുക്കുന്നു ഖനൌരി അതിർത്തിയിലെ കർഷക സമരം. ചർച്ചകൾ പലതും കഴിഞ്ഞു. ചുട്ടുപൊള്ളുന്ന ചൂടിനെ അതിജീവിച്ച കർഷകർ ഇന്ന് തണുപ്പിനോടാണ് പോരാടുന്നത്.
മൂടൽമഞ്ഞും ശീതക്കാറ്റും 5 ഡിഗ്രിയിൽ താഴെത്തുന്ന തണുപ്പിനി മല്ലിടിച്ചാണ് കർഷകരുടെ ജീവിതം. ठंडा तो जी बहुत हो रहा है, गर्मी भी चल रही है, ठंडे भी रहे हैं। हुण ठंड पहले गर्मी च भी इत्थे बैठे रहे हैं, कोई परवाह नहीं। मौसम बहुत खराब है, बहुत ठंड है ते किसान भी ਸਾਰੇ ਰਾਤ ਨੂੰ ਠਰ ਰਹੇ ਆ, ਸਾਰੀ ਰਾਤ ਅੱਗ ਬਾਲਣੀ ਪੈਂਦੀ ਹੈ, ਰਹਿਣਾ ਪੈਂਦਾ ਹੈ. വിളവെടുത്ത പാടങ്ങളിൽ നിന്ന് പച്ചക്കറികൾ മാത്രമല്ല, തണുപ്പിനെ അതിജീവിക്കാനായി ട്രാക്ടറുകളിൽ വിറകുകളും കനൌരി അതിർത്തിയിൽ കർഷകർ എത്തിച്ചിട്ടുണ്ട്. വിജയം കണ്ടല്ലാതെ പിന്നോട്ടില്ലെന്ന് പ്രഖ്യാപിച്ചാണ് ഓരോ കാലാവസ്ഥയും അതിജീവിച്ച് അതിർത്തിയിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. മരം കോച്ചുന്ന തണുപ്പിനെയും അവഗണിച്ചാണ് കർഷകരുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടം. സമരം ദിവസങ്ങളോളം നീളുന്നത് ഈ മഞ്ഞുകാലത്തും കർഷകരെ തളർത്തുന്നില്ല. ഖനൌരിയിൽ നിന്ന് ജോഗേഷ് സിംഗിനൊപ്പം നിതിൻ അംബുജൻ, 24. ഞാൻ നിതിൻ ആ റിപ്പോർട്ട് പറഞ്ഞപ്പോൾ ഓർക്കായിരുന്നു, നമുക്ക് ഈ തണുപ്പ് തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇത്ര കൊടും തണുപ്പത്തൊക്കെ നിശ്ചയദാർഢ്യത്തോടെ സമരം ചെയ്യുന്ന കർഷകരെ കുറിച്ചാണ്. അതെ, ഇതവിടെ സിന്ധു കേസ് എന്ന് പറയുന്ന പ്രേക്ഷകർ ചോദിക്കുന്നു, ഇന്ന് മക്കൾ രണ്ടുപേരും ചായ കുടിച്ചില്ലേ? നമ്മളോടാണേ, അവിടെ കടയൊന്നും കാണുന്നില്ല. കടയുണ്ട്, ഇത് കുഞ്ഞു കടയാണ്, പക്ഷെ തുറന്നിട്ടില്ല. മൺഡേ ആൻഡ് ട്യൂസ്ഡേ ആണ് ക്ലോസ്ഡ്, പക്ഷെ ഇന്ന് ഫ്രൈഡേ ആണ്, തുറന്നിട്ടില്ല. സമയമായി വരുന്നുണ്ടാവും. പക്ഷെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കടകളുണ്ട് ഈ റോഡിന്റെ ഇരുവശവും, തുറന്നിട്ടില്ല. ഇഷ്ടംപോലെ തെരുവ് നായ്ക്കളുണ്ട്, ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഫുഡ് കൊടുക്കുന്ന ആളാണോ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഒരുപാട് തെരുവ് നായ്ക്കൾ അദ്ദേഹത്തിന്റെ പുറകെ പോകുന്നുണ്ട്. നമുക്ക് ഇവിടെ സംസാരിച്ചാലോ? ഹലോ, ഗുഡ് മോർണിംഗ്. എന്താ പേരെന്താ? ഈ ബിസ്ക്കറ്റ് കൊടുക്കുന്നോണ്ടാണോ ഇവരിങ്ങനെ പുറകെ വരുന്നത്? മോർണിംഗ് വാക്കിന് വരണ്ടോ? ഇവിടെ ഈ കടകളൊന്നും തുറന്നിട്ടില്ലല്ലോ. നൈറ്റ് ഒരു 4 മണിയൊക്കെ നമ്മള് തുറക്കോളൂ. എന്നിട്ട് പിന്നെ എത്ര നേരം ഉണ്ടാവും? ഒരു 2 മണി 1 മണി വരെയൊക്കെ ഉണ്ടാവും. ഈ തെരുവ് നായ്ക്കളെ പ്രശ്നക്കാരാണോ? സ്നേഹമുള്ള പിള്ളേര്. അപ്പൊ എല്ലാ ദിവസവും ഇങ്ങനെ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കും അല്ലേ? അപ്പൊ അതാണ് ഇങ്ങനെ കറക്റ്റ് കണ്ടപ്പോ തന്നെ ഓടി പുറകെ. എന്താ പേര്? ഫാസിൽ. ന്യൂ ഇയർ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. അടിപൊളിയായിരുന്നു. അപ്പൊ എന്താണ് പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്തോ? പുതിയ തീരുമാനങ്ങളൊക്കെ എന്താണ് എന്തിനാണ് ഫോക്കസ്? തീരുമാനം കേട്ടപ്പോഴേ കൂട്ടുകാരൻ നന്നായിട്ട് പഠിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അല്ല, തീരുമാനം കേട്ടപ്പോഴേ കൂട്ടുകാരൻ ദൈവത്തെ വിളിക്കുന്നുണ്ട്. പഠിക്കണ പയ്യനാണ്, സിനിമ താരമാണ്. ഒന്നുമില്ല, സിനിമയിലൊക്കെ ഉള്ളവനാണ്. 5ാം ക്ലാസ്സിൽ തുടങ്ങിയ നാടകത്തിൽ നിന്ന് തുടങ്ങിയതാണ് ആള്. പക്ഷെ ഇപ്പൊ ആള് ഓക്കെയാണ്, ഇൻഫ്ലുവൻസർ ആണ്. ഒന്നുമില്ല, വെറുതെ ഞങ്ങൾ രാവിലെ നടക്കാറിയാം. അല്ല, അഭിനയിക്കാൻ ഇഷ്ടമാണ്. സിനിമ ഇഷ്ടമാണ്. റോളുകളൊക്കെ വന്നാ ചെയ്യും. ചെയ്യും. നമ്മുടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന സംവിധായകരൊക്കെ ഉണ്ടാവും. ലൈവ് ആണെന്ന് ഇപ്പോഴാണ് അറിഞ്ഞല്ലേ? കുഴപ്പമില്ല. ആദ്യമായിട്ടാണ് മോർണിംഗ് വാക്കിൽ ലൈവായിട്ട് വന്നിട്ട് സിനിമ ചാൻസ് ചോദിക്കുന്നത്. പേരൊന്നുകൂടെ? എന്റെ ഒരു വസീൽ അഹമ്മദ്. എന്റെ ഒരു ചാൻസ് ലൈവായിട്ട് ചാൻസ് ചോദിക്കുന്നല്ലേ? അപ്പൊ അടിപൊളിയാവട്ടെ. അപ്പൊ ഹാപ്പി ന്യൂ ഇയർ കേട്ടോ എല്ലാവർക്കും. ഓക്കെ, ബൈ. അങ്ങനെ നമ്മള് നടത്തത്തിന്റെ ഇടയിൽ പരിചയപ്പെട്ടതാണ് കൂട്ടുകാരുടെ സംഘത്തെ. എന്നാലും കൊള്ളാം, വളരെ എനർജിയുള്ള ചെറുപ്പക്കാർ. അതെ, നമുക്ക് ഇവിടെ നേരെ സന്നിധാനത്തേക്ക് പോയാലോ? ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. ശബരിമലയിൽ തീർത്ഥാടക തിരക്ക് തുടരുകയാണ്. ഈ ആഴ്ചയിൽ അവസാന ദിനങ്ങളായതിനാൽ ഇന്ന് വൈകിട്ട് മുതൽ 2 ദിവസം തിരക്ക് വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ. വെർച്വൽ ക്യൂവിൽ പരമാവധി ബുക്കിംഗ് ആണ് വരും ദിവസങ്ങളിലുള്ളത്. ഇന്നലെ 82,342 പേരാണ് പമ്പ വഴി ദർശനം നടത്തിയത്. സ്പെഷ്യൽ പാസ് നിർത്തിയതോടെ കാനനപാത വഴി എത്തുന്നവരുടെ എണ്ണം കുത്തനെ കുറഞ്ഞു എന്ന റിപ്പോർട്ട് കൂടി അവിടെ നിന്ന് വരുന്നുണ്ട്. ഇനി അവിടുത്തെ ഇന്നത്തെ ചടങ്ങുകൾ നോക്കാം. സന്നിധാനത്തെ BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.
അപ്പം ഇനി ശബരിമലയിൽ വരാനുള്ള പ്രധാനപ്പെട്ട ഒരു ചടങ്ങെന്ന് പറയുന്നത് മകരവിളക്കാണ്. അപ്പോൾ മകരവിളക്കിനായുള്ള കാത്തിരിപ്പിലാണ് ഭക്തർ. മകരവിളക്കിന് മുന്നോടിയായി ശബരിമലയിൽ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. എക്സൈസ് 65 പരിശോധനകളിലായി 195 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിലും കടകളിലും ലേബർ ക്യാമ്പുകളിലും ഹോട്ടലുകളിലും പരിശോധന തുടരുമെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ KV ബേബി വ്യക്തമാക്കി. ലഹരി വസ്തുക്കൾക്ക് നിരോധനമുള്ള സ്ഥലങ്ങളാണ് ശബരിമലയും പരിസര പ്രദേശങ്ങളും. എന്നാൽ തൊഴിലാളികൾ ഉൾപ്പെടെ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്ന വിവരം ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പരിശോധന കർശനമാക്കിയത്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി പമ്പയിൽ 16 പരിശോധനകൾ നടത്തുകയും 83 കേസുകളിലായി 16,600 രൂപ പിഴയായി ഈടാക്കുകയും ചെയ്തു. നിലയ്ക്കലിൽ നടത്തിയ 33 പരിശോധനകളിലായി 72 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 14,400 രൂപ പിഴയായി ഈടാക്കുകയും ചെയ്തു. സന്നിധാനത്ത് 40 കേസുകളിലായി 8,000 രൂപയാണ് പിഴയായി ഈടാക്കിയത്. നമ്മളൊരു 20 റെയ്ഡ് നടത്തി. അതിനകത്ത് 27-28 കടകൾ പരിശോധിച്ചു. ലേബർ ക്യാമ്പുകളും അതുപോലെ തന്നെ പരിശോധിച്ച് നമ്മൾ 53 കോട്ട്പ കേസുകൾ കണ്ടെടുത്തിട്ടുണ്ട്. 26 ഹോട്ടലുകളിലും 28 ലേബർ ക്യാമ്പുകളിലും കഴിഞ്ഞ ദിവസം പരിശോധന നടത്തി. പിടിച്ചെടുത്ത ഉൽപ്പന്നങ്ങൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ശേഷം നശിപ്പിച്ചു. 24 സന്നിധാനം. വെൽക്കം ബാക്ക്. മോർണിംഗ് വാക്ക് അതിന് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ നടന്ന് നമ്മൾ റോഡിന്റെ ഒരു ഭാഗത്തേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഒരു ട്രെയിൻ ഇപ്പോൾ പാസ് ചെയ്തു, പക്ഷേ അത് ഏതാണെന്ന് മനസ്സിലായില്ല. പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാൻ വന്നപ്പോൾ അത് പോയി, എവിടെയോ പോയി. അപ്പോൾ നമുക്ക് അടുത്തൊരു സ്റ്റോറിയിലേക്ക് പോയാലോ? അടുത്ത ഏത് വാർത്തയാണ്? ചെങ്ങന്നൂരിലേക്ക് ഒന്ന് പോകണം. അവിടെ ഒരു കർഷകരുടെ ഒരു പ്രശ്നമുണ്ട്. ചെങ്ങന്നൂർ മുളക്കുഴയിൽ കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ കർഷകർക്ക് ലക്ഷങ്ങളുടെ നഷ്ടം എന്നാണ് ആ വാർത്ത. ഗോപിനാഥൻ എന്ന കർഷകന് മാത്രമുണ്ട്. എത്രയാണെന്നറിയോ? 2 ലക്ഷം രൂപയുടെ കൃഷിനാശം. കാട്ടുപന്നികളാണ്, ഓർക്കണം. അപ്പോൾ അങ്ങനെ വന്യമൃഗശല്യം രൂക്ഷമാകുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് ഈ ചെങ്ങന്നൂരിലെ മുളക്കുഴ എന്നാണ് റിപ്പോർട്ട്. അറുപതോളം വരുന്ന കാട്ടുപന്നികളുടെ കൂട്ടമാണ് കൃഷിയിടങ്ങൾ കുത്തിമറിച്ചതെന്ന് കർഷകർ പറയുന്നു. കമ്പിവേലിയുണ്ടായിട്ടും രക്ഷയുണ്ടായില്ല. കാട്ടുപന്നികളുടെ ശല്യം വർദ്ധിച്ചതോടെ കർഷകർ കൃഷി ഉപേക്ഷിക്കുന്ന നിലയിലേക്കെത്തി. സന്ധ്യ കഴിയുന്നതോടെ ഇവ കൂട്ടമായി വരുന്നതിനാൽ ആളുകൾ പുറത്തിറങ്ങാനും മടിക്കുകയാണ്. പാട്ടത്തിനടുത്ത ഭൂമിയിലെ കൃഷി നശിപ്പിക്കുന്നത് കർഷകരെ കണ്ണീരിലാഴ്ത്തുകയാണ്. ഈ കൃഷി കൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. ഈ കൃഷി ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒത്തിരി കടമെടുത്ത് ലോണും എടുത്തിട്ടുണ്ട്, കടങ്ങളും ഉണ്ട്. എൻ്റെ ഭർത്താവിന് വയ്യാത്തതുമാണ്. കൂടുതൽ ഇപ്പൊ പന്നിയാണ് ഇറങ്ങി ഇതെല്ലാം ചെയ്യുന്നത്. ആദ്യമൊക്കെ 1-2 കളഞ്ഞപ്പോൾ ഞങ്ങൾ അത്ര ശ്രദ്ധിച്ചില്ലായിരുന്നു. ശ്രദ്ധിച്ച് അതിന് പോട്ടെന്ന് വിചാരിച്ച് നമ്മളത് മണ്ണിട്ട് മൂടുകയും അത് നേരെയാക്കുകയൊക്കെ ചെയ്ത്. പക്ഷെ ഇത്രയായി കഴിഞ്ഞപ്പോഴാണ് ഇതിലൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കുന്നത്. പലരും കൃഷി ഇറക്കിയത് കടം വാങ്ങിയാണ്. പാട്ടത്തിനടുത്ത ഭൂമിയിലെ കൊയ്യാറായ വിളകളാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത്. ഏറെ നാളത്തെ അധ്വാനം ഇതോടെ വെറുതെയായി. കാട്ടുപന്നികളെ തുരത്താൻ കർഷകർക്ക് വേണ്ട സഹായങ്ങൾ ബന്ധപ്പെട്ടവരിൽ നിന്നുണ്ടാകണമെന്നാണ് കർഷകരുടെ ആവശ്യം. 400 മൂട് ഏത്തവാഴ, 400 മൂട് ചേമ്പ്, 400 മൂട് ചേന, ഇതെല്ലാം എൻ്റെ നഷ്ടപ്പെട്ടു. എനിക്കൊരു 1.5-2 ലക്ഷം രൂപയുടെ കൃഷി ഈ 2 വർഷം കൊണ്ട് നഷ്ടപ്പെട്ടു. ഞാൻ കൃഷിയിൽ നിന്ന് പിന്മാറി നിൽക്കുകയാണ്. ഇന്നലെ രാത്രി ഈ കപ്പയ്ക്കകത്ത് പന്നി ഇറങ്ങി. അത് കണ്ടുകൊണ്ട് ഇന്ന് രാവിലെ വന്ന് ഇവരെ 2 പേരെ നിർത്തിയാൽ വേലി കെട്ടിക്കൊണ്ടിരിക്കുക. 2 ഏക്കറിൽ കുലയ്ക്കാറായ ഏത്തവാഴകളാണ് കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ നഷ്ടമായത്. പല വാഴയുടെയും തണ്ടിലെ വെള്ളം കടിച്ചു കുടിച്ച് ചണ്ടിയാക്കി. എന്താണ് പരിഹാരമെന്ന് കൃഷിഭവനിൽ ചോദിച്ചിട്ടും മറുപടിയില്ലെന്ന് കർഷകർ പറയുന്നു. സ്വന്തം കയ്യിൽ നിന്നും കാശ് മുടക്കി നിർമ്മിച്ച കമ്പിവേലി പോലും കാട്ടുപന്നികൾ നശിപ്പിച്ചു. 24 ആലപ്പുഴ. അപ്പോൾ അതാണ് 2 ലക്ഷം രൂപയാണ് ഒരു കർഷകന് മാത്രം നഷ്ടമായെന്ന് ഓർക്കുക. ആ മേഖലയിൽ ആകെ കാട്ടുപന്നി ശല്യം രൂക്ഷമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് അധികൃതർ ഈ വിഷയത്തിൽ ഇടപെടണം എന്നാണ് അവരുടെ ആവശ്യം. ഇനി നമുക്ക് നേരെ പോകേണ്ടത് പാലക്കാടേക്കാണ്. പാലക്കാട് ഏറ്റവും വലിയ മാരത്തൺ റബ്ഫില മാരത്തൺ ഈ മാസം 5 നടക്കും. ഔദ്യോഗിക ജേഴ്സിയും ഫിനിഷർ മെഡലും റബ്ഫില ഇന്റർനാഷണൽ മാനേജിംഗ് ഡയറക്ടർ ജി കൃഷ്ണകുമാർ പ്രകാശനം ചെയ്തു. കരിമ്പനകളുടെ നാട് വീണ്ടും ഒരുങ്ങുകയാണ് റഫില പാലക്കാട് മാരത്തണിനായി. ഓരോ തവണയും മികച്ച പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ മാരത്തണിൽ ഇത്തവണയും പങ്കെടുക്കാനെത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. ഔദ്യോഗിക ജേഴ്സിയും ഫിനിഷർ മെഡലും റഫില ഇന്റർനാഷണൽ മാനേജിംഗ് ഡയറക്ടർ ജി കൃഷ്ണകുമാർ പ്രകാശനം ചെയ്തു.
സ്റ്റേറ്റ് ആയിട്ടുള്ളവർ ഈ ഒരു ഹെൽത്തി വേ ഓഫ് ലൈഫിലേക്ക് ഇറങ്ങുക എന്നുള്ള കാര്യം സ്പോൺസർ ചെയ്യുക, അല്ലെങ്കിൽ അതിലേക്ക് ഒരു എൻകറേജ്മെന്റ് എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് ഞാൻ മേ ബി ഒരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് കൂടെ പറയാം. ഇത് വളരെ വിജയകരമായി തന്നെ നടക്കുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അജയും അതുപോലെ ഫോട്ടോ റണ്ണേഴ്സും വളരെ പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണിത്. പാലക്കാട് ഫാന്റസി പാർക്കിൽ നിന്ന് ആരംഭിച്ച് പാർക്കിൽ തന്നെ അവസാനിക്കുന്ന തരത്തിൽ 5 കിലോമീറ്റർ, 10 കിലോമീറ്റർ, 21 കിലോമീറ്റർ എന്നിങ്ങനെയാണ് റേസ് ക്രമീകരിച്ചിട്ടുള്ളത്. വിജയികൾക്ക് ഇത്തവണയും ആകർഷകമായ ക്യാഷ് പ്രൈസ് അടക്കമാണ് ഒരുക്കിയിട്ടുള്ളത്. ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിന് രൂപം നൽകിയ സൊസൈറ്റി ഫോട്ടോ റണ്ണേഴ്സ് ആണ് പരിപാടിയുടെ സംഘാടകർ. 24 പാലക്കാട്. യെസ്, അപ്പോൾ അതാണ് പാലക്കാട്ടെ ആ മാരത്തന്റെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ ഈ ചവറപ്പാടത്തേക്ക് നടക്കുമ്പോൾ നമ്മുടെ ഇവിടെ നാട്ടുകാരൊക്കെ ഇവിടെ ഉണ്ട്. ഗുഡ് മോർണിംഗ്. പേര് പറയൂ. റഷീദ്, മുഹമ്മദ് സലീം, അഷ്റഫ്, റാഫി, മുഹമ്മദ് കോയ. എല്ലാ ദിവസവും നിങ്ങൾ ഇങ്ങനെ ഇവിടെ വന്ന് ഇരിക്കാറുള്ളതാണ്? എല്ലാ ദിവസവും രാവിലെ നടക്കാൻ ഇറങ്ങിയിട്ട് ഇവിടെ വന്നിട്ട് അരമണിക്കൂർ ഞങ്ങൾ ഇരിക്കും. നിങ്ങളെല്ലാം ഫ്രണ്ട്സ് ആണ് അല്ലേ? അതെ. ഒരുമിച്ചാണോ നടക്കാൻ ഇറങ്ങുന്നത്? അതോ അല്ല, പലരായിട്ട് പലയിടത്ത് നടന്നിട്ട് വന്നിട്ട് ഞങ്ങൾ ഇവിടെ അരമണിക്കൂറോളം ഇരുന്ന് കാര്യങ്ങൾ ചെയ്തു. അതിനുശേഷം പട്ടികൾ അതാണ് കറക്റ്റ് സമയത്ത് വന്ന് നിൽക്കുന്നത് അല്ലേ? കൊണ്ടുവന്നിട്ടുണ്ട്. അത് കഴിക്കാൻ വേണ്ടി വന്നേക്കണാണ് അദ്ദേഹം. അപ്പൊ നോക്കണുണ്ടോ മുഖത്തേക്ക്? ഇനി ഇത് കഴിക്കാതെ പോകും. സംശയിച്ചാണ് നമ്മൾ നിൽക്കുന്നത് കൊണ്ട് നടന്നു വരുന്നത്. മൈൻഡ് ചെയ്യില്ല. ഞങ്ങൾ ഡെയിലി ഉള്ള ആൾക്കാരായതുകൊണ്ട് മൈൻഡ് ചെയ്യും. അപ്പൊ ഒരു ദിവസം എത്ര നേരം നടക്കും, എത്ര കിലോമീറ്റർ നടക്കും, അങ്ങനെ ഒരു കണക്കുണ്ടോ? ഒരു മണിക്കൂർ അങ്ങ് അവിടെ ഒരു അമ്പാട്ടോയിലേക്ക് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ വരെ പോവും. ഞാൻ അവിടെ നിന്ന് തന്നെ ഈ ഒരു ഏരിയ ആണ് എപ്പോഴും സെലക്ട് ചെയ്യുന്നത്. സുഖം, കാരണം നല്ല കാലാവസ്ഥ. ഇതിപ്പോ ഇവിടെ കൃഷിയില്ലാത്തതുകൊണ്ടാ. ആ സമയത്തൊക്കെ നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഇവിടെ കൃഷിയൊക്കെ ഉള്ള സമയം എപ്പോഴാണ്? 2-3 വർഷമായിട്ട് നിന്ന് കിടക്കുകയാണ്. പഞ്ചായത്ത് നെൽകൃഷി ഉണ്ടായിരുന്നു, നിന്ന് പോയതിനാ. ഇത് ഓണർഷിപ്പ് പലർക്കാണല്ലോ. പലരുടെയും പെർമിഷൻ കിട്ടിയാലേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ അടയാളം എന്നും പറഞ്ഞൊരു സംഘടനയുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെ. ആ കുട്ടികൾ ചെയ്തിട്ട് അവർ 1 വർഷം പറഞ്ഞത് 8 ലക്ഷം രൂപ നഷ്ടം വന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ അവരത് വേണ്ടാന്ന് വെച്ചു. പിന്നെ പഞ്ചായത്തിന്റെ സഹകരണമില്ല, രാഷ്ട്രീയ ഇടപെടലുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടത്. അതുകൊണ്ടാണ് ചോദിച്ചത്. അതെ. അതില്ലാത്ത പരിപാടികളൊന്നുമില്ലല്ലോ. എല്ലാ കാര്യങ്ങൾക്കും രാഷ്ട്രീയ ഇടപെടലുണ്ടാവും. ഒരു പാർട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല മറ്റു പാർട്ടികൾ അവർക്ക് അതിനെ പറ്റി. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ എങ്ങനെ രാഷ്ട്രീയമൊക്കെ ചർച്ചയാവാറുണ്ടോ? ഞങ്ങൾക്ക് രാഷ്ട്രീയം അത് മാത്രമല്ല, ഇവിടെല്ലാം ഉണ്ട്. ഏത് പല രാഷ്ട്രീയക്കാരും ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നുമില്ല, ചർച്ചയൊന്നുമില്ല. നല്ല തണുപ്പാണല്ലോ ഇപ്പം. അത് രാവിലെ നടക്കാൻ ഇറങ്ങുമ്പോ സമയത്തിൽ മാറ്റം വരുത്തുന്നുണ്ടോ നടക്കാൻ? ഒരിക്കലുമില്ല. 5:45 ഇറങ്ങും എല്ലാവരും. ഇവിടെയാണ് സന്ധിക്കുന്നത്. അത് ഞങ്ങൾ പള്ളി കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇറങ്ങി. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇവിടെ ഈ പറയുന്ന വഴിയോരത്ത് ഒരുപാട് കടകളൊക്കെ കണ്ടു, പലതും പൂട്ടിക്കിടക്കുകയാണ്. അത് അങ്ങനെ എന്തെങ്കിലും? അത് വൈകിട്ടാണ്. ഇത് ഓപ്പൺ ആവുന്നത് വൈകിട്ടാണ്. വൈകിട്ട് ഭയങ്കര തിരക്കാണ്. വൈകിട്ട് നിങ്ങൾ വന്നിട്ടില്ല? വൈകിട്ട് ഭയങ്കര തിരക്കാണ്. 6:30-7 മണിയോട് തിരക്കാവും. 10 എപ്പോഴാ ഇവിടെ നിന്ന് എഴുന്നേറ്റ് വീട്ടിലേക്ക് പോവാ? 7:30 അപ്പൊ കുടിക്കാം. നമുക്ക് ഒന്ന് ഷോ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ കൂടെ പോകും. ഒരു ഗായകനും കൂടി ആണോ? അങ്ങനെ ഒരു പാട്ട് നമുക്ക് പാടണം. രണ്ടൊരു പാട്ട്. സോറി, മൂടല്ല. ഓക്കെ. നിങ്ങളെല്ലാവരും ഇപ്പം ജോലി ചെയ്യുന്നുണ്ടോ അതോ റിട്ടയർഡ് ലൈഫാണോ? റിട്ടയറുള്ളവരുണ്ട്, ജോലിയുള്ളവരുണ്ട്. അദ്ദേഹത്തിന് ഷട്ടറിന്റെ ഇടപാടാണ്. അദ്ദേഹം ലക്ഷദ്വീപുകാരനാണ്. ഞാൻ ഗൾഫിലായിരുന്നു 30 കൊല്ലം. അദ്ദേഹം ഇവിടെ വന്നപ്പോ ഞാനും VRS എടുത്ത് വന്നിരിക്കുക. ഡൽഹി പോലീസിലായിരുന്നു. VRS എടുത്ത് എന്തുവരും അടുത്തോ? ഇല്ല, മതിയാക്കി. 23 വർഷം ജോലി ചെയ്തിട്ട്. അപ്പൊ എല്ലാവരും ഉദ്യോഗസ്ഥരാണ്, പല സ്ഥലങ്ങളിൽ എൻഗേജ്ഡ് ആയവരാണ്. ഇപ്പോ വിശ്രമ ജീവിതമാണ്. ഓക്കെ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. എന്തായാലും പുതിയ വർഷമാണ് 2025. എല്ലാവരും നന്നായിട്ട് പോട്ടെ എന്ന് ആലോചിക്കുന്നു. നമ്മുടെ ഒരു സ്നേഹം ഇതാ ഈ രീതിയിൽ നമ്മളൊന്ന് കൈമാറുകയാണ് കേട്ടോ. ഇത് ഫ്ലവേഴ്സ് 24ന്റെ കലണ്ടറാണ് 2025. അതെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ അതാണ് സൗഹൃദ കൂട്ടായ്മയാണ്. പെട്ടെന്ന് നമുക്ക് അടുത്ത വാർത്തകൾ നമ്മുടെ പ്രൊഡ്യൂസർ സനൂപ് പറയുന്നുണ്ട്. യെസ്, വയനാട് പുത്തുമലയിൽ ശ്മശാനത്തിനടുത്ത് മാലിന്യം നിക്ഷേപിക്കാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു. 2 ടിപ്പർ ലോറികളിൽ ടാങ്കുകളിലാണ് മാലിന്യം കൊണ്ടുവന്നത്. ലോറി ഉടമയായ യൂത്ത് കോൺഗ്രസ് നേതാവിനെ ഉൾപ്പെടെ പോലീസ് രക്ഷപ്പെടുത്തുകയാണെന്ന് ആരോപിച്ച് CPM പ്രവർത്തകർ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം തുടരുകയാണ്.
ഇവിടെ ചെയ്യും. ഫസ്റ്റ് വാട്ടർ ടാങ്ക് ഒന്ന് ഇത് ഓപ്പൺ ചെയ്ത് ഇത് ഇവിടെ ഓപ്പൺ ചെയ്ത് ഇവിടുന്ന് ഓപ്പൺ ചെയ്യും. നിക്ക് വാവ പറഞ്ഞത് കറക്റ്റ് ആണല്ലോ. പ്രശ്നം കഴിഞ്ഞു തുറന്നിട്ട് നിങ്ങൾ കാണിക്ക് പ്രശ്നം കഴിഞ്ഞില്ലേ? എന്തിനേ എന്റെ രാശേട്ടാ ഇത് നോക്ക് കൈ മണത്തത് വണ്ടി വന്ന് തൊട്ടിട്ടില്ലേ? എന്തായാലും ഇവിടെ കൊണ്ടുവന്ന് കളയുന്ന ആവശ്യമില്ലല്ലോ. എത്ര സ്ഥലം വേറെ അവിടെ കളഞ്ഞ സ്ഥലങ്ങൾ വേറല്ലേ? വിളിച്ചു പറഞ്ഞിട്ട് ഇങ്ങനെ എടുക്കാൻ പാടില്ല, കാരണം അത്ര മോശമല്ലേ ഇത്. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട്. സുർജിത്ത്, ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ലോറി നാട്ടുകാർ തടയുകയായിരുന്നു. ഇപ്പോൾ ഇത് ആരുടെ ഉടമസ്ഥതയിലുള്ള ലോറിയാണ് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട്. നാട്ടുകാർ എന്താണ് പറയുന്നത്? പോലീസിനെതിരെയാണോ ആക്ഷേപം? വിവരങ്ങൾ. പ്രവിത പ്രജിൻ, ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. രാത്രി പുത്തുമല ശ്മശാനത്തിന്റെ തൊട്ടടുത്തുള്ള പ്രദേശത്താണ് ഈ സംഭവം. 2 ടാങ്കുകളിലായി ടിപ്പർ ലോറിയിലാണ് മാലിന്യം എത്തിച്ചത്. അസഹനീയമായ ദുർഗന്ധമായിരുന്നു. ഈ ശ്മശാനത്തിന്റെ ഏതാണ്ട് ഒരു 50-100 മീറ്റർ മാത്രം അകലെ അത് തട്ടാനുള്ള ശ്രമമാണ് ഉണ്ടായതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഒരു ലോറി, ഫ്രണ്ട്സ് എന്ന് എഴുതിയ ഒരു ലോറിയാണ്. ഈ ലോറികൾ ഈ ലോറി യൂത്ത് കോൺഗ്രസിന്റെ നേതാവിന്റെ, പൊഴുതനയിലുള്ള യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഉള്ള ആരോപണമാണ് പ്രധാനമായും CPIM ഉന്നയിക്കുന്നത്. ഇതിനുശേഷം നാട്ടുകാർ ഈ വാഹനം തടഞ്ഞിട്ടു. പിന്നീട് പോലീസ് എത്തി. വലിയ പ്രതിഷേധം ഉയർന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വാഹനം കസ്റ്റഡിയിലെടുത്തു. ഉടമകളെ വിളിച്ചു വരുത്തി എന്നുള്ളതാണ് പറയുന്നത്. ഇതിനുശേഷം 2 പേരെ, അതായത് ഡ്രൈവർമാരെ മാത്രം കസ്റ്റഡിയിലെടുക്കുകയും മറ്റ് 2 പേരെ, ഉടമകളായ 2 പേരെ വെറുതെ വിടുകയും ചെയ്തു എന്നുള്ളതാണ് CPIMന്റെ ആരോപണം. ഇക്കാര്യം ആരോപിച്ചുകൊണ്ട് CPIMന്റെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ഹാരിസും അതോടൊപ്പം തന്നെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റുடைய സഹത് അടക്കമുള്ള CPIMന്റെയും DYFIയുടെയും എല്ലാം തന്നെ നേതാക്കൾ ഈ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചു. അവിടെ ഇപ്പോഴും കുത്തിയിരിപ്പ് സമരം തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കാരണം ഇതിൽ നടപടി വേണം, കൃത്യമായ നടപടി വേണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. കാരണം ഉടമകൾക്കെതിരെയും നടപടി വേണം, അത്തരത്തിൽ കേസ് എടുക്കണം. കാരണം ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട സ്ഥലം, അതായത് ചൂരന്മല മുണ്ടക്കൈ ദുരന്തത്തിന് ശേഷം ആളുകളെ സംസ്കരിച്ച പ്രദേശത്തിന്റെ തൊട്ടടുത്താണ് മാലിന്യം തട്ടാനുള്ള നീക്കം ഉണ്ടായത്. ഇത് ഒരു തരത്തിലും അനുവദിക്കാൻ കഴിയുകയില്ല. സ്വാഭാവികമായി ഇത്തരം ഒരു നീക്കത്തിന് വേണ്ടി വലിയ രീതിയിലുള്ള ഗൂഢാലോചന ഉൾപ്പെടെ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള ആക്ഷേപമാണ് CPIM ഉന്നയിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സ്റ്റേഷനുള്ളിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ശരി സുരേഷ്, എന്നാലും അത് സ്വാഭാവികമായിട്ടും പ്രതിഷേധം ഉണ്ടാവേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലേ? അപ്പോൾ എന്തായാലും ആ രീതിയിൽ ഒരു അന്വേഷണമൊക്കെ നടക്കട്ടെ, ആരാണ് അതിന് പിന്നിൽ എന്നുള്ള കാര്യം പുറത്തു വരട്ടെ. നമുക്ക് നേരെ പത്രത്തിലേക്ക് കടക്കാം. ഇന്നലെ നമ്മൾ തലക്കെട്ടിൽ നൽകിയ വാർത്തകൾ തന്നെയാണ് പ്രധാന പേജിൽ, പത്രങ്ങളിൽ 1-ാം പേജിൽ വരുന്നത്. മനോരമയാണ് എൻ്റെ കയ്യിലുള്ളത്, പ്രസിഡന്റിന്റെ മാതൃഭൂമിയാണ് അല്ലേ. അപ്പോൾ കുട്ടികൾക്ക് വിലക്കെന്നുള്ള വാർത്ത വരുന്നുണ്ട്. കായികമേളയിൽ പ്രതിഷേധിച്ച് സ്കൂളുകൾക്കെതിരെ നടപടി. ഒപ്പം ഇപ്പുറത്തെ സൈഡിൽ കൊടുത്തിരിക്കുന്നത് ആചാരങ്ങൾ മാറ്റാൻ ആർക്കും അധികാരമില്ല എന്ന് NSS പറഞ്ഞതുമായി ബന്ധപ്പെട്ടാണ്. അവിടെ സുകുമാരൻ നായരുടെയും രമേശ് ചെന്നിത്തലയുടെയും പടം പ്രധാന പേജിൽ ഉണ്ട്. മാതൃഭൂമിയിലെ ഒരു പ്രധാനപ്പെട്ട ചിത്രമാണ് ഞാൻ കാണിച്ചിരുന്നത്. ഇത് തലപ്പത്തെ ചിരി എന്ന പേരിലാണ് ഈ ചിരിച്ചിത്രം നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കും കൂടി ഇന്നലെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ചിരിക്കുന്ന ചിത്രമാണ് പ്രധാന പേജിൽ നൽകിയിരിക്കുന്ന ചിരിച്ചിത്രം. അപ്പോൾ ഇതോടെ നമ്മൾ ഇന്നത്തെ മോർണിംഗ് വാക്ക് അവിടെ പൂർത്തിയാവുകയാണ്.